ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞങ്ങളൊരു യാത്ര പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞങ്ങൾ പോകുന്നതിന് മുന്നേ കുറച്ച് പോസൊക്കെ ചെയ്തു. അപ്പം യു ക്യാൻ സി അച്ചു അവിടെ ഭയങ്കര വായനയിലാണ്. ബാവയുടെ സച്ചരിതം ബുക്കൊക്കെ വായിച്ച് യാത്ര സൂപ്പറാക്കാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ കുഞ്ഞിന് എക്സൈറ്റഡ്, ബാഗൊക്കെ തൂക്കി റെഡിയായി നിൽക്കുക, ലെറ്റ്സ് ഗോ എന്നുള്ള രീതിയിൽ. അച്ചു പിന്നെ എല്ലാം സെറ്റാക്കി ഒക്കെ ലോക്ക് ചെയ്തു. ഇവളെവിടെ പോവുക, എന്തോ ഫോറിൻ ട്രിപ്പിന് പോകുന്ന പോലെ പെട്ടിയൊക്കെ പിടിച്ച് പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയൊക്കെ ഞങ്ങൾ നെക്സ്റ്റ് ലൈനിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ല. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഞങ്ങളിങ്ങനെ പോകാം. ഒരു ഉച്ച സമയത്താണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പം ഞങ്ങളുടെ ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ 1 o'clock ഇനി സമയമുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ വിശന്ന് കുടൽ കരിയുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ശരി നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാമെന്ന്. പിന്നെ ഉച്ച സമയം കൂടെ അല്ലേ, എവ്രിബഡി ആർ ഹംഗ്രി. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. ആൻഡ് ഇറ്റ് ഈസ് അറൗണ്ട് 12:30. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലെറ്റ്സ് ഗോ ടു HMT. അവിടെ കദംബ ഹോട്ടലുണ്ട്. അതാണ് ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള അഡ്ഡ. അപ്പോൾ അവിടെ യു വിൽ ഗെറ്റ് ഓൾ വെജ് വെറൈറ്റീസ് ഓഫ് ഫുഡ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കദംബയിലേക്ക് പോയി. അവിടെ യൂഷ്വലി ഇവിടെ എപ്പോഴും ഫങ്ഷൻസ് ഉണ്ട്. അവിടെ അവരുടെ തന്നെ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി നൈസ് പ്ലേസ്. അപ്പം നല്ല ആംബിയൻസ് ഒക്കെയാണ്, ഫുൾ ഗ്രീനറി ഒക്കെയാണ്. ഇത് HMTയിലാണുള്ളത്. ആൻഡ് നിങ്ങൾക്കൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാം. ആൻഡ് ഫുഡ് ഈസ് ഓൾസോ വെരി ടേസ്റ്റി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ പോയിരിക്കുമോ എന്നുള്ളൊരു ഇതിലാണ്. പിന്നെ അത്ര തിരക്കൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഞങ്ങളവിടെ പോയിരുന്നു. ആൻഡ് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. ബിക്കോസ് 1 o'clock ചെക്ക് ഇൻ. അപ്പോൾ പിന്നെ വേഗം ഓർഡർ ചെയ്യണം. പക്ഷേ കുഞ്ഞൻ ആസ് യൂഷ്വൽ ആ മെനു എടുത്ത് പിടിച്ച് ഞാൻ ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് കഴിക്കണമെന്നുള്ള തീരുമാനത്തിൽ ശരി മഹേഷ് ഏട്ടൻ വിൽ ഓൾവേസ് ഗോ ഫോർ സൗത്ത് ഇന്ത്യൻ മീൽസ്. അപ്പം അതൊരു മിനി മീൽസ് ഓർഡർ ചെയ്തു. ആൻഡ് അച്ചു ഈസ് ഓൾവേസ് ഫോർ ദിസ് ചപ്പാത്തി പറാത്ത അങ്ങനെയുള്ള കാര്യത്തിനാണ് അവൻ ഇൻട്രസ്റ്റ്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനൊരു ഫ്രൈഡ് റൈസ് മേടിക്കാമെന്ന്, അലോങ് വിത്ത് പനീർ ടിക്ക. ആൻഡ് കുഞ്ഞൻ ഹി ഹാഡ് ദിസ് ചോറൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കിളിയൊക്കെ ഉണ്ട്, നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ആൻഡ് നൈറ്റ് ടൈം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, ലൈറ്റ്സൊക്കെ വെച്ച് ഫൗണ്ടെയിനൊക്കെ ഇട്ട് അടിപൊളിയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് മീനൊക്കെ കാണാം ഡിഫറെൻറ്റ് കളേഴ്സിൽ, ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കണ്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ്. അവിടെ നിന്ന് പിന്നെ പാർക്കിംഗ് സൈഡിലേക്ക് പോയി ഞങ്ങൾ. അവിടെ പിന്നെ അച്ചു ടോൾഗേറ്റിലേക്ക് അവൻ കാർ എടുക്കാമെന്ന്. അവന് ഡ്രൈവിംഗ് ഒക്കെ അറിയാം, പക്ഷെ ലൈസൻസ് ഇല്ല. എങ്കിലും അവൻ്റെ അച്ഛന് കുറച്ച് പേടിയൊക്കെ ഉണ്ട്, നീ ശരിക്കും എടുക്കടാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഹി വാസ് ഗൈഡിങ് ഹിം. അങ്ങനെ നമ്മൾ ശരി ഞങ്ങളുടെ നെക്സ്റ്റ്, അതായത് നമ്മുടെ ശരിക്കുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള ഇതിലാണ്. പക്ഷേ ഐ വിൽ നോട്ട് റിവീൽ ഇറ്റ് വെയർ വി ആർ ഗോയിങ്. അതെൻ്റെ നെക്സ്റ്റ് വ്ളോഗിലായിരിക്കും ഞാൻ പറയുന്നത്. Until then, stay tuned, okay? ഞങ്ങൾ പറയുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ. Bye. See you in the next vlog.